Hi, my dear Vowel Kuttigal. I'm your Batman agent, and this is not a Padra video. അപ്പോൾ സുജിത് ഭക്തൻ്റെ പോഡ്കാസ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സുജിത് ഭക്തനും വൈഫും കൂടി ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. 2020 അദ്ദേഹം പിച്ചസ്ഥാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. പ്ലസ് കുറച്ചധികം ഇൻഫർമേഷൻസ് ഈ വീഡിയോയ്ക്കകത്തുണ്ട്. ആദ്യം ഈ വീഡിയോയിൽ ഇൻഫർമേഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ സുജിത് ഭക്തൻ്റെ വൈഫിനെതിരെ വന്നൊരു കോമെൻ്റ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ. അത് സുജിത് ഭക്തൻ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും സുജിത് ഭക്തൻ്റെ വൈഫിനെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് കുറേ കമൻസ് വന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുജിത് ഭക്തനും വൈഫും അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ല പോഡ്കാസ്റ്റും കൂടി കേട്ടോ, നിങ്ങളതൊന്ന് കാണണേ. ഞാൻ കുറച്ച് പോർഷൻസ് ഇവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ ഒരു കമൻറ്റോളിയെ ആദ്യം ഒന്ന് പഞ്ഞിക്കിട്ടിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഷെയർക്ക് എപ്പോഴെങ്കിലും പാകിസ്ഥാനിൽ പോകാൻ തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ അന്ന് കാർത്താർപൂർ പോയ ഒരു നിമിഷം ഉണ്ടായിരുന്നല്ലോ, ദാറ്റ് വാസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. അത് കിട്ടിയായിരുന്നെങ്കിൽ ഞാനും വന്നേനെ. നമ്മള് രാജ്യദ്രോഹിയാവും. അതിപ്പോ അപ്പോ ഇല്ലായിരുന്നു. അപ്പോ ഇപ്പൊ നമ്മള് കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ കുറെ വാർത്തകൾ കാണുന്നുണ്ട്. ഒരു ജ്യോതി മൽഹോത്ര അല്ലേ? ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പക്ഷെ അവര് വേറെ പ്രശ്നമുണ്ട് കേട്ടോ. അവര് പാകിസ്ഥാനിൽ പോയതിനല്ല അവര് രാജ്യദ്രോഹി ആയത്. അവര് പാകിസ്ഥാൻ എംബസിയിലുള്ള ഒരു ആളുമായിട്ട് ബന്ധം വെച്ചും ഡാനിഷ് എന്ന് പറഞ്ഞ എന്തോ പേരുള്ള ഒരാളുമായിട്ട് ബന്ധം വെച്ചെന്നും അവർക്ക് കുറെ വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്നും. അവള് ഫിസിക്കൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. പാകിസ്ഥാനിലേക്ക് പോകണോ വേണ്ടതെന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ചത്തിട്ടാണെങ്കിൽ പോലും ആരും അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഞാൻ മരിച്ചു കിടക്കുകയാണെങ്കിലും എനിക്ക് ആ മണ്ണിലേക്ക്, പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് പോകണ്ട. കാരണം എനിക്ക് അത്രത്തോളം ദേഷ്യം ആ രാജ്യത്തിനോടും ആ മണ്ണിനോടും തോന്നുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നമ്മുടെ രാജ്യത്തിനോട് അവർ ചെയ്യുന്നത് അത്രത്തോളം മോശപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ തന്നെ ഇല്ലാതാവണം എന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യം, അതിലൊരു മെജോറിറ്റി ആളുകൾ. സോ ആ മണ്ണിനോട് എനിക്ക് അടങ്ങാത്ത വെറുപ്പും അറപ്പുമാണ്. ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്ക് പേഴ്സണൽ താല്പര്യമാണ്. ട്രാവലേഴ്സിന് അതൊരു ഡിഫറെൻറ്റ് സാധനമാണ്. കാരണം അവർക്ക് എല്ലാ നാടും എക്സ്പ്ലോർ ചെയ്യണം, അവിടുത്തെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ കാണും തമ്മിൽ. ആരും പോകാത്ത രാജ്യത്തിലേക്ക് ഫസ്റ്റ് ആര് പോവും, ആര് എക്സ്പ്ലോർ ചെയ്യും, അതാര് കോണ്ടൻ്റ് ആക്കും. ദോസ് തിങ്സ് ആർ ദേർ. അപ്പോൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഇവർ പിൻ ചെയ്ത് വെച്ച ഈ ഒരു പെർട്ടിക്കുലർ കമൻറ്റ്, ഈ കമൻറ്റിന് സുജിത് ഭക്തൻ തന്നെ അതേ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. സുജിത് ഭക്തൻ നാളെ ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് ഇതിന് റിപ്ലൈ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. ഈ ഒരു കമൻറ്റ് നിങ്ങൾ ഒന്ന് വായിക്കുക. ഇതിൽ ഞാൻ വായിക്കുന്നില്ല, കാരണം അത്രയും മോശമായിട്ടാണ് സുജിത് ഭക്തൻ്റെ വൈഫിനെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൻ്റെ പേരിട്ടുള്ളത് കഴപ്പി ഭക്തൻ. ഇതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, ഈ പെർട്ടിക്കുലർ കമൻറ്റ് ചെയ്ത ഫേക്കോളി ഇവരുടെ കുറേ വീഡിയോസിന് പോയിട്ടും ഇതേ പരിപാടി കാട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ നിയമത്തിനൊന്നും വലിയ എന്താ പറയുക, അത്രത്തോളം പിടിപ്പില്ലാത്തതുകൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും പിടിക്കാൻ അറിയാം. വല്ല രാഷ്ട്രീയക്കാരൻ്റെയോ മത നേതാവിൻ്റെയോ പണച്ചാക്കിൻ്റെയോ ഒക്കെ, അല്ലെങ്കിൽ ഒരു ആക്ടർ ആക്ട്രസ്, ഒരു ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരാളുടെ വീഡിയോയുടെ അടിയിലാണെന്നുണ്ടെങ്കിൽ അവന്മാർ ഫേക്ക് ആണെന്നുണ്ടെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരും. അതിനുള്ള ടൂൾസും പരിപാടിയൊക്കെ നമ്മുടെ സൈബർ സെല്ലിൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പോൾ സുജിത് ഭക്തൻ പോയി കേസ് കൊടുത്താലടക്കം ഇങ്ങനൊരു പ്രൊഫൈലിന് എടുത്ത് കൊണ്ടുവരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ റിയലി ഡൗട്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എന്താ പറയുക ഫേക്ക് കോളിയെ പിടിച്ച് കൊടുക്കുന്നുള്ളത്. കൊടുത്താൽ നല്ലത്. സൊസൈറ്റിയുടെ മുന്നിൽ ഇങ്ങനത്തെയൊക്കെ തെമ്മാടിത്തരം എഴുതിയിടുന്ന, ചെറ്റത്തരം എഴുതിയിടുന്ന പല തന്തയ്ക്ക് പറഞ്ഞവന്മാരുടെ ഫേസ് ഒന്ന് എക്സ്പോസ് ആവുമല്ലോ, അതുകൊണ്ടൊരു സമാധാനം കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് ഇങ്ങനെയുള്ളവന്. അപ്പം എന്താണെങ്കിലും എന്തിനാണ് ഒരാളെ ഇങ്ങനെ ലൈക്ക് അവരുടെ ദേഹം, അവരുടെ ബോഡി, അവരുടെ ലൈഫ്, എന്തിനാണ് അതിൽ ഇത്രത്തോളം എന്താ പറയുക ഹെയ്റ്റ് കൊണ്ട് നടക്കുന്നത്? അല്ലെങ്കിൽ ഇതെന്താ പറയുക, ഇത് അവരെ പറയുന്നതല്ല, സുജിത് ഭക്തൻ എന്നുള്ള വ്യക്തിയോടുള്ളൊരു ദേഷ്യം വൈരാഗ്യമൊക്കെ അത് തീർക്കുന്നതാണ്. ഓക്കെ, അപ്പം എന്താണെങ്കിലും അങ്ങനെ ഒരു കോമെൻറ്റ് ഉണ്ട് ആ ഒരു കമൻറ്റ് സെക്ഷനകത്ത്. നാളെ അവരുടെ ഒരു വീഡിയോ വരുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ കിട്ടും. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരുത്തന്നെ കൈ കിട്ടണമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ റിയൽ ലൈഫിൽ ആലോചിക്കലുണ്ട്. കാരണം എന്താ പറയുക, ഈ ഫേക്ക് കോളീന് ജെന്യൂൻ പ്രൊഫൈലിന് കമൻറ്റ് ഇട്ട് പോകുന്നവർക്ക് നമുക്ക് അങ്ങനെ ഇങ്ങനെ റിപ്ലൈ കൊടുത്തിട്ട് ടിക്ക് ഫോർ ടാക്ക് അടിച്ചിട്ട് പോകാൻ പറ്റും.
ഏതെങ്കിലും ഒരു ഫേക്ക് കോളി കമൻറ്റ് കോളിനെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ കൂൾ ഡൗൺ. അപ്പോൾ എന്താണെങ്കിലും അടുത്ത ഈ ഒരു പോർഷൻ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഈ ഒരു ഫേക്ക് കമൻറ്റ് കോളിയുടെ ഈ ഒരു ബോഡി ഷേമിങ് സാധനം അതെന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കോണ്ടൻറ്റിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ രാജ്യത്തിന് ഒറ്റിക്കൊടുത്ത കുറച്ചധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള പ്രൊഫൈലുകളെ പിടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ജ്യോതി മൽഹോത്ര. അവർ കേരളത്തിലും വന്നു പോയിട്ടുണ്ടായിരുന്നു, അവർ പാകിസ്ഥാനിലും പോയിട്ടുണ്ടായിരുന്നു, പിച്ചസ്ഥാൻ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തു നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ ഇൻഫർമേഷൻസ് അവർ ഈ ശത്രു രാജ്യത്തേക്ക് ചോർത്തി കൊടുത്തതാണ്. അതിൽ തന്നെ ഈ ഡാനിഷ് എന്ന് പറഞ്ഞ പിച്ചസ്ഥാൻ്റെ ഹൈ കമ്മീഷൻ വർക്ക് ചെയ്യുന്ന ന്യൂഡൽഹിയിലുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ. ഹിസാനുൽ റഹീം എന്നാണ് അയാളുടെ ശരിക്കുള്ള പേര്. അപ്പോൾ എന്താണെങ്കിലും 2023, 24, 25 ഈ ലേഡി ഈ ഹൈ കമ്മീഷൻ വെച്ച കുറേ പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. അവിടുത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ പിച്ചസ്ഥാനെ ഭയങ്കര പൊക്കി പിടിച്ചവർ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളിലേക്കുള്ളൊരു ലിങ്ക് കിട്ടുന്നത് ഈ പറഞ്ഞ സുജിത് ഭക്തൻ്റെ പോഡ്കാസ്റ്റ് എന്നാണ്. അപ്പോൾ പോഡ്കാസ്റ്റിലുള്ള കുറച്ച് പോർഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ അതിവിടെ പ്ലേ ചെയ്യാം. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നൊമാഡ് ശുഭം യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന ഒരുപാടുണ്ട്. പിന്നെ പരംവീർ, പാസഞ്ചർ പരംവീർ, പിന്നെ മിഥിലേഷ്, പിന്നെ യാത്രി ഡോക്ടർ ഞാൻ ഫോളോ ചെയ്യാറൊന്നുമില്ല, പക്ഷെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. എനിക്ക് നൊമാഡ് ശുഭത്തിന്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇത് ഈ യാത്രി ഡോക്ടർ കഴിഞ്ഞ വർഷം ഈ സ്ത്രീ പോയ അതേ സമയത്താണെന്ന് തോന്നുന്നു. അപ്പൊ പാകിസ്ഥാനിൽ പോയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാനിലേക്ക് നമുക്ക് ഇന്ത്യൻസിന് പോകണം എന്നുണ്ടെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്. ലൈക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിലും അത് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. ജേർണലിസ്റ്റ് വിസയിൽ ജേർണലിസ്റ്റ് ആയിട്ട് ആളുകൾക്ക് പോകാൻ സാധിക്കും. എനിക്കൊന്ന് പണ്ട് ഇവിടെ നിന്ന് മക്കയിലേക്ക് നടന്നു പോയ ഒരു വ്യക്തി ഇല്ലായിരുന്നോ, ഷിഹാബ് ചോട്ടൂർ എന്ന് പറഞ്ഞിട്ട്. പുള്ളി കുറെ നാള് പാകിസ്ഥാൻ ബോർഡറിൽ പോയി കടന്നിട്ട് പുള്ളി പാകിസ്ഥാൻ വഴി പോയി ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വെരി വെരി എക്സെപ്ഷണൽ കേസിലോ അല്ലെങ്കിൽ അത്രയ്ക്ക് അല്ല പിന്നെ പാകിസ്ഥാനില് ബന്ധുക്കൾ, ഫാമിലി റിലേഷൻസ് ടൈപ്സ് ഉണ്ടാവണം, അങ്ങനെയാണ് ഫാമിലി വിസിറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഈ പാകിസ്ഥാൻ വിസ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഹിന്ദി യൂട്യൂബേഴ്സിന്റെ ഇടയിൽ വലിയൊരു കോമ്പറ്റീഷനാണ് സത്യം പറഞ്ഞാൽ നിലനിൽക്കുന്നത്. അപ്പോൾ യുണീക്ക് കണ്ടന്റുകൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ഭയങ്കര കാരണം എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്താലല്ല ഞാൻ ഫസ്റ്റ് ടോപ്പിൽ നിൽക്കുള്ളൂ. അത്തരത്തില് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിട്ട് എങ്ങനെയും ഞാൻ പാകിസ്ഥാനിൽ പോകും. കാരണം ഒരു ഇന്ത്യൻ വ്ളോഗർ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കുറെ വ്യൂസ് കിട്ടും, അവൻ ഭയങ്കര റീച്ച് ആവും. അപ്പോൾ ഇവർ കുറെ പേര് ഇങ്ങനെ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കേസ് പറയുന്നത് പാകിസ്ഥാനെ പറ്റി ഗ്ലോറിഫൈ ചെയ്ത് പറയാൻ വേണ്ടി ഇവർ കൊണ്ടുപോയിരുന്നു, അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. എനിക്ക് ജ്യോതി മൽഹോത്രയുടെ കേസ് ഒന്നും അറിയില്ല. യാത്രി ഡോക്ടർ പറയുന്നത്, യാത്രി ഡോക്ടർ ആ സമയത്ത് പോയിരുന്നു, അവൻ കുറെ വീഡിയോസ് ഇട്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യക്കാരൻ പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആ ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ വീഡിയോസ് എടുത്തിടുമ്പോഴത്തേക്കിനും കാര്യമായിട്ട് അവിടുത്തെ നെഗറ്റീവുകളൊന്നും പറയാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ പോകുന്ന പല യൂട്യൂബേഴ്സും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും പോകുന്നത്. ഞാനിപ്പോൾ പാകിസ്ഥാനിൽ പോവാണ്, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു അറിയാത്ത ഇതേപോലത്തെ ഒരു കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു രാജ്യത്തേക്ക് പോവാണ്. ഞാൻ ആരെങ്കിലും അവിടെ സഹായിക്കാൻ ആയിട്ട് ഒരാളെ കണ്ടുപിടിച്ചിട്ടല്ലേ ഞാൻ പോവുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പൊ ജ്യോതി മൽഹോത്രനെ സംബന്ധിച്ച് എംബസിയിലെ തന്നെ ആളാണ് പുള്ളിക്കാരിയെ കൊണ്ടുപോയെന്ന് പറയുന്നു. അപ്പൊ യാത്രി ഡോക്ടർ പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ കണക്ഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും പോവുക. നമ്മളെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. നമുക്ക് പല ആൾക്കാരും വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയായാലും കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും ഒരു പാടുള്ള കാര്യമല്ല. അപ്പം ഒരാള് എങ്ങനെയാലും എനിക്ക് ഗവൺമെന്റിൽ നിന്ന് വിസ കിട്ടുന്നു, ഞാൻ അവിടെ പോകുന്നു. അപ്പോൾ എന്നെ കൊണ്ട് നടക്കാനായിട്ട് അവിടെ ഇവിടെയും കൊണ്ട് കാണിക്കാനും മറ്റൊക്കെ ആയിട്ട് ഒരാളുണ്ടാവും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട കാര്യം പറയുകയാണ്. ദൈവത്തെ ഓർത്ത് ഇതൊരു വിവാദമാക്കാനായിരുന്നില്ല. ഞാനും പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്, അതിന്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് മൊത്തത്തിലൊന്ന് കാണണം. ഞാനിപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു 3 minutes ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കുറേ പേരുകൾ സുജിത് ഭക്തൻ പറയുന്നുണ്ട്. ഈ പേരുകളിലൂടെ നിങ്ങളൊന്ന് ഡെഫിനറ്റ്ലി അവരുടെ കോണ്ടന്റുകളിലൂടെ നിങ്ങളൊന്ന് പോയി നോക്കണം. ഓക്കെ, ഈ പേരുകളിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടൊരു പേരായിരിക്കും യാത്രി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. യൂട്യൂബിൽ വീഡിയോസ് ഇടാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ട്രാവൽ വീഡിയോസ് ഇടാറുണ്ട്. ഇയാളും പിച്ചസ്ഥാനിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പിച്ചസ്ഥാനിൽ പോയ വീഡിയോസൊക്കെ ഇയാളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇതിനു മുമ്പും
നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഇട്ടിട്ട് ഒരു കോൺട്രവേഴ്സി കയറിയിട്ട് അയാൾ കാശ്മീരില്ലാത്ത മാപ്പ് എങ്ങാണ്ട് പോസ്റ്റ് ചെയ്തിട്ട് വിഷയമായിട്ട് ആളുകൾ വഞ്ഞിക്കിട്ടിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ചങ്ങാതിയാണ്. ആൻഡ് സുജിത് ഭക്തൻ പോഡ്കാസ്റ്റിൽ പറയുന്ന ഒരു വേർഷൻ എന്താ വെച്ചെങ്കിൽ, ഓക്കെ ഇപ്പോൾ ഇന്ത്യേൻ്റെ പുറത്ത് എസ്പെഷ്യലി എന്താ പറയുക GCC കൺട്രീസിൽ താമസിക്കുന്നവർക്ക് ഈ പാക് പൗരന്മാരെ എന്താണെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അവരുടെ ജോലി സ്ഥലത്തും ഡെയിലി ഇടപഴകുന്നതിലൊക്കെ അവർ കാണും. അത് വേറൊരു ആസ്പെക്റ്റ്. പക്ഷേ ഈ രാജ്യത്തിലേക്ക് പോയി ആ രാജ്യത്തിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പാക് എംബസി വഴി, ഓക്കെ പിച്ചസ്ഥാൻ്റെ എംബസി വഴി അവിടെ നിന്നൊരു ക്ഷണം കിട്ടി, ഹൈക്കമ്മീഷനിൽ നിന്ന് പിച്ചസ്ഥാൻ്റെ ഹൈക്കമ്മീഷനിൽ നിന്ന് ഒരു ക്ഷണം കിട്ടി, ഇതൊരു ടാസ്ക് ആയിട്ട് എടുത്തിട്ട് പോയിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഈ യാത്രി ഡോക്ടർ കുറേ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ. കാരണം അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹെയ്റ്റ് വരുന്നുണ്ട്. കാരണം ഈ ഒരു നേരത്തെ പിടിച്ച ആ ഒരു ട്രാവൽ വിത്ത് ജോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡി, അവരുടെ വീഡിയോയിൽ ഈ യാത്രി ഡോക്ടറെ ഒരു വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജ്യോതി മൽഹോത്രേൻ്റെ വീഡിയോയിൽ ഈ ജ്യോതി മൽഹോത്ര ഈ പിച്ചസ്ഥാൻ്റെ ഹൈക്കമ്മീഷൻ്റെ ക്ഷണം സ്വീകരിച്ച് അവർ ഈ വർഷം തന്നെ, ഓക്കെ ഈ വർഷം തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, റമദാൻ്റെ ടൈമിൽ ഈ പിച്ചസ്ഥാൻ്റെ ഹൈക്കമ്മീഷൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് അവർ ലാഹോറിൽ പോയിട്ടുള്ളത്. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ സെലിബ്രേഷൻസ്, റമദാൻ സെലിബ്രേഷൻസിൽ ഈ പറഞ്ഞ യാത്രി ഡോക്ടറുണ്ട്, ആ വീഡിയോയിൽ കാണുന്നുണ്ട്. പിന്നുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, സൗണ്ട് ഇല്ലാതെയാണ് പ്ലേ ചെയ്യുന്നത്. പെഹൽഗാമിൽ നമ്മളെ സഹോദരങ്ങൾ കുറേ പേര് കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയിലുള്ള പിച്ചസ്ഥാൻ്റെ ഹൈക്കമ്മീഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അയാൾക്ക് ഉത്തരമില്ല. ഈ ഒരു മുഖം നിങ്ങൾ മറക്കണ്ട, ഈ ഫേസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ അവിടെ ആഘോഷമാണ്. നമ്മളവിടെ പെഹൽഗാമിൽ കുറേ പേരെ ഈ തീവ്രവാദികൾ, ഭീകരവാദികൾ കൊന്നൊടുക്കിയപ്പോൾ ഇവന്മാരവിടെ കേക്ക് മേടിച്ച് ആഘോഷിക്കുന്ന പരിപാടികൾ കാണിച്ച വകുപ്പുള്ള ഐറ്റങ്ങളാണ്. അപ്പോൾ ഈ ചങ്ങാതി ഈ കേക്ക് കൊണ്ടുപോകുന്നവൻ്റെ മുഖം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇവനെ തന്നെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഈ ജ്യോതി മൽഹോത്രേൻ്റെ ഈ പിച്ചസ്ഥാൻ്റെ ഹൈക്കമ്മീഷൻ്റെ റംദാൻ സെലിബ്രേഷന് പോയ സമയത്ത് അവിടെ നിന്നുള്ള വ്ളോഗിൽ ഇവനെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാനിവിടെ ഈ സൈഡിൽ 2 ഫോട്ടോസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ വീഡിയോസും ഞാനിവിടെ സ്ലോ മോഷനിൽ കൊടുക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇയാൾ വീഡിയോയിൽ വരാതെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതായത് നമ്മളവിടെ പെഹൽഗാം ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതിൻ്റെ 1 മാസം മുമ്പ് ഈ കേക്കും കൊണ്ട് ഹൈക്കമ്മീഷനിലേക്ക് നടന്നു പോയവൻ അവിടെ പാക് ഹൈക്കമ്മീഷൻ്റെ പാക്കിൽ ഈ പറഞ്ഞ പിച്ചസ്ഥാനിൽ നടക്കുന്ന റംദാൻ സെലിബ്രേഷനിൽ പങ്കെടുത്തവനാണ്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴും പലരും വിചാരിക്കുന്നത്, അതെന്താണ് ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്രയ്ക്കൊക്കെ നമ്മളെ നാട്ടിൽ എന്തോ ഒറ്റി കൊടുക്കാൻ മാത്രമുള്ളതെന്നൊക്കെ ചോദിക്കുന്നവരോട് പറയുകയാണ്, നമുക്കേ അറിയാത്തത് എന്താണ് ഒറ്റി കൊടുത്തതെന്നുള്ളത്. ഇവള് കുറേ വാട്സാപ്പ് ചാറ്റ് അടക്കമുള്ള പരിപാടികൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഡാനിഷു ആയിട്ടുള്ള കുറേ വാട്സാപ്പ് ചാറ്റും പരിപാടികളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊരു മുതലാണ് ഇവള്. അതെന്തിനാ അവൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇവക്കെതിരെ വരുന്നുണ്ട്. ഇനി തീർന്നിട്ടില്ല. ഇവള് 1, 2 വട്ടമല്ല 3 വട്ടം കണ്ട് പിച്ചസ്ഥാനം പോയിരുന്നു. 2 പ്രാവശ്യമായിട്ട് ഇവള് പിച്ചസ്ഥാൻ്റെ ഹൈക്കമ്മീഷൻ ഒരുക്കിയ ഡിന്നർ പാർട്ടിയിൽ പങ്കെടുത്തതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനകത്ത് ഈ ഡാനിഷിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ യാത്രി ഡോക്ടർക്കും ഈ പറഞ്ഞ ലേഡി ഈ ഡാനിഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിട്ടാണ് അവൾ അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഡാനിഷ് എന്ന് പറഞ്ഞാൽ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം. ഇന്ത്യയിൽ നിന്ന് പല വ്ളോഗേഴ്സിനെയും സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് പാകിസ്ഥാൻ കാണിക്കുക എന്നുള്ള പ്രോപ്പർ പരിപാടി, അതായത് കൊണ്ടുവന്ന് അവരെ സോപ്പിട്ട് അവരോട് ഈ പറഞ്ഞ പാക്കിനാണ്ട് ഗ്ലോറിഫൈ ചെയ്യാൻ പറഞ്ഞ് എന്നിട്ട് ഇവരെ വലയിലാക്കുക. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ വലയിലാക്കാം. ഈ ഡാനിഷും ഈ ജ്യോതി മൽഹോത്രയും തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പല ആളുകളും
കാശ് മേടിച്ചും പല പല മോട്ടീവിലും ഇവർ വശത്താക്കിയിട്ടുണ്ട്. പലരും രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്നത് പണത്തിന് വേണ്ടിയും ബാക്കി പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ യാത്രി ഡോക്ടറിനെ 100% ആളുകൾക്ക് സംശയിച്ചൂടെ? ഇവൻ പറയുന്നുണ്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നീ റെഡി ആയിട്ട് ഇയാൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടും അവിടുത്തെ നല്ലത് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഇവൻ എല്ലാവരും ക്ഷണിക്കുന്നു. എല്ലാവരും ഇവർ സെലക്ട് ചെയ്ത ടോപ്പായിട്ട് നിൽക്കുന്ന ഹിന്ദി പറയുന്ന നോർത്ത് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ആളുകളെ വലട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളെ ഏരിയയിൽ നിന്ന് ആരെങ്കിലും വലട്ട് പിടിച്ചിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. എന്താണെങ്കിലും ഈ പറഞ്ഞ ഈ ഡാനിഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ ഒരു പറഞ്ഞ ജ്യോതി മൽഹോത്രയിലും അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ യാത്രി ഡോക്ടറിനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അയാളിലും ഒന്നും ഒതുങ്ങി നിൽക്കുന്ന കേസല്ല. ഇനിയും പല ആളുകൾക്കും ഇവനായിട്ട് ബന്ധം വെച്ചിട്ടുണ്ടാവാം. കാരണം നേരത്തെ സുജിത് ഭക്തൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ പിക്ചർസ്ഥാനിൽ പോയി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി കോണ്ടൻ്റ് ആണ്, വൈറൽ കോണ്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം അവിടുത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, എത്ര ദിവസം നിൽക്കുന്നു, പെട്ടെന്ന് പോകുന്നു വരുന്നു എന്നുള്ളതൊക്കെ ആ ഒരു വെപ്രാളത്തിൽ ഈ പിക്ചർസ്ഥാൻ്റെ ഹൈ കമ്മീഷനിലുള്ള ഒരാളെ, അവിടുത്തെ എംബസിയിലുള്ള ഒരാളെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് എന്ത് ചെയ്യും? മതി മറന്നു പോവും. അതവർ നന്നായിട്ട് യൂസ് ചെയ്യും. അത് നമ്മളെ രാജ്യത്തിനെതിരെ യൂസ് ചെയ്യാൻ ഈ പറഞ്ഞ വ്ളോഗേഴ്സിനെ അവരെന്ത് ചെയ്യും? പല രീതിയിൽ കയ്യിലെടുക്കും. ചിലപ്പോൾ ഭീഷണിയായിരിക്കാം, ചിലപ്പോൾ പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓഫർ ആയിരിക്കാം. അങ്ങനെ പോയവരാണ് ഓൾമോസ്റ്റ് കുറേ എണ്ണത്തിന് ഇവിടെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വരും ദിവസങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ഇവരുടെ അന്വേഷണത്തിൻ്റെ ഇടയിൽ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥ, നമ്മളെ നാട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ നാടിന് തുരപ്പം പണി വയ്ക്കുന്ന കുറേ എണ്ണങ്ങൾ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. മാൻ, എന്താണെങ്കിലും രാജ്യത്തിന് തുരപ്പം പണി വയ്ക്കുന്ന പരിപാടികൾ ചെയ്യാതിരിക്കുക. സ്ഥലം കാണാൻ പോകാനാണെങ്കിൽ സ്ഥലം കാണുക. നിങ്ങളുടെ ജോബും പ്രൊഫഷനും അതായിരിക്കും ട്രാവൽ വ്ളോഗേഴ്സ്. നിങ്ങൾ പോയിക്കോ, സ്ഥലം കണ്ടോ, തിരിച്ചു വന്നോ. പക്ഷെ രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്ന പരിപാടികളിലേക്ക് ആരും പോവാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ കീപ്പപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ക്യാമറയിൽ പതിയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കാണുന്ന വ്യൂവേഴ്സിന് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ തോന്നില്ല. ബട്ട് ആ വ്യൂസും അല്ലെങ്കിൽ ആ വിഷ്വൽസ് ആവശ്യമുള്ള ശത്രു രാജ്യത്തിരിക്കുന്ന ശത്രുക്കളുണ്ടാവും. അവർക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അവർ നിങ്ങളെ എന്ത് വില കൊടുത്ത് വാങ്ങാൻ റെഡി ആയിരിക്കും. അതിലേക്കൊന്നും പോയി ചാടാതിരിക്കുക എന്നുള്ളതേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. സോ ബി കെയർഫുൾ ഗൈസ്.